കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന കടുത്ത സാമ്പത്തിക അവഗണനയ്ക്കെതിരെ, വിവേചനത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ട് അതിൽ ഇടക്കാല നിരീക്ഷണങ്ങളും ചില വിധികളും വന്നിട്ട് ഏറ്റവും ഒടുവിൽ കേരളത്തിന് വായ്പ എടുക്കാൻ ഉള്ള അനുവാദം 13,608 കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള അനുവാദം കൊടുക്കണമെന്ന് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധിയിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടും കേരളത്തിലെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കി. ഇപ്പൊ കേരളത്തിന് തിരിച്ചടി കിട്ടുമായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ആഘോഷം? സുപ്രീം കോടതി പറയുക കേരളത്തിന്റെ അവകാശങ്ങൾ നിലനിൽക്കുന്നില്ല, അവകാശവാദങ്ങൾ. എന്താ കോടതി അവസ്ഥ? ഞങ്ങൾ ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോ സ്ഥിരം ചെയ്തു വരുന്നതുകൊണ്ട് ഞങ്ങൾ ആ സ്റ്റോറി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പറയുകയാണ്. ചെറിയ കാര്യമാണ്. സുപ്രീം കോടതി പറഞ്ഞെന്താണ്? 13,608 കോടി രൂപ വായ്പ എടുക്കാനുള്ള അനുമതി കേന്ദ്രം കേരളത്തിന് ഉടൻ കൊടുക്കണമെന്നാണ്. കാരണം കേരളത്തിനുള്ള അതിനുള്ള അവകാശമുണ്ട്, അർഹതപ്പെട്ടതാണ്. അതിൻ്റെ അകത്ത് ഒരു അന്യായവുമില്ല. എന്നിട്ട് കേന്ദ്ര സർക്കാർ എതിർത്തോ? കൊടുക്കാമെന്ന് സമ്മതിച്ചില്ലേ? അപ്പൊ അത് കേരളത്തിന് ഈ വായ്പ എടുക്കാൻ നിയമപരമായിട്ട് സാധിക്കില്ലേ? അതിനെയല്ലേ തടഞ്ഞു വെച്ചത്? എന്നിട്ട് ഇത് എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നു? കേരള സർക്കാരും പ്രത്യേകിച്ച് കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഇടപെടലുകൾ ഇതിനകത്ത് വളരെ പ്രധാനമാണ്. കാരണം കേന്ദ്രത്തിനെതിരെ, ഈ അവഗണനയ്ക്കെതിരെ കേന്ദ്രത്തിൽ പോയിട്ട് ജന്തർ മന്ദറിൽ ഡൽഹിയിൽ സമരമിരിക്കുമ്പോൾ തന്നെ LDF-ലും CPM-ലും LDF-ലും ഈ വിഷയം ഉന്നയിച്ച് KN ബാലഗോപാൽ ധനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമരം മാത്രം പോലെ നമുക്ക് നിയമപരമായിട്ട് നമ്മൾ നേരിടണം, നമ്മൾ സുപ്രീം കോടതിയിൽ പോകണം. 2 തരത്തിൽ ദ്വിമുഖ ഫൈറ്റ്, ഇരട്ട പോരാട്ടം നടത്തണം എന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് KN ബാലഗോപാലായിരുന്നു, ധനമന്ത്രി. അത് പാർട്ടി ചർച്ച ചെയ്തു, CPM ചർച്ച ചെയ്തു, ഇടതുപക്ഷം ചർച്ച ചെയ്തു. എന്നാൽ അങ്ങനെ നീങ്ങാമെന്ന് തീരുമാനിച്ചിട്ടാണ് ജന്തർ മന്ദറിലെ സമരവും അതോടൊപ്പം സുപ്രീം കോടതിയിലേക്ക് അതിനു മുമ്പേ ഹർജി കൊടുക്കാനും തീരുമാനിക്കുന്നത്. ഹർജി കൊടുത്തിട്ടാണ്, കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടാണ് ഇവിടുന്ന് കേരള സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു നേതാക്കളും പോയി ഡൽഹിയിൽ സമരം വരുന്നത്, ജന്തർ മന്ദറിൽ സമരം വരുന്നത്. അപ്പൊ ഈ ദ്വിമുഖ പോരാട്ടം എവിടെ എത്തി? ദേശീയ മാധ്യമങ്ങൾ ആ സമരം റിപ്പോർട്ട് ചെയ്തു, മറ്റു മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുത്തു. സുപ്രീം കോടതിയിലെ ഇതിന്റെ വിധികള്, പരാമർശങ്ങള് ദേശീയ ശ്രദ്ധയാകർഷിച്ചു. അതിന് ചർച്ച നടത്താൻ പറഞ്ഞപ്പോൾ കേന്ദ്രം പറഞ്ഞ നിലപാട് നമുക്കറിയാമല്ലോ. നിർമ്മല സീതാരാമൻ, ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും കേസ് അങ്ങ് പിൻവലിക്കും, ഞങ്ങൾ കാശ് തരാമെന്ന്. പൊതുവെ പണി നോക്കാൻ പറഞ്ഞു, കേസ് പിൻവലിക്കില്ല. ആ കേസൊക്കെ പിൻവലിച്ചിരുന്നെങ്കിൽ എന്താവായിരുന്നു അവസ്ഥ? ഇപ്പൊ ഈ പൈസ കിട്ടുമോ? ഇപ്പൊ 13,608 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി കിട്ടുമോ? ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. ഈ ഫൈറ്റ് ചെയ്ത് നേടിയതിനെ അതിനെപ്പറ്റി നല്ല 4 വാചകം പറയാൻ ഈ നാട്ടിലെ ഒരു മാധ്യമങ്ങൾക്കും താല്പര്യമില്ല, ഒരു മാപ്രകൾക്കും താല്പര്യമില്ല. പണിയെടുക്കുന്ന സ്ഥാപനത്തിന്റെ മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുക, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക, വാർത്തകളെ വളച്ചൊടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതല്ലേ ഇതിൻ്റെ അകത്ത് സംഭവിച്ചത്? ഇപ്പൊ തോന്നി 13,608 ഔദാര്യം പോലെ എടുക്കാൻ അനുവദിച്ചു. നല്ല വായ്പാ പരിധി ഇനിയും കിടക്കുകയാണ് എടുക്കാൻ. അതുകൂടാതെ 50,000-ത്തിലധികം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ നഷ്ടപ്പെടുത്തിയത്, കേരളത്തിന് കിട്ടേണ്ടത് നഷ്ടപ്പെടുത്തിയത് കണക്ക് വേറെയുണ്ട്. അത് സുപ്രീം കോടതി കിടക്കുകയാണ് കേസ്. ഈ ഹർജിയിലെ വേറെ 50,000 കോടിയിലധികം കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് തരാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പല കാറ്റഗറിയിൽ, പല വിഭാഗങ്ങളിലായിട്ട്. പെൻഷൻ ഉൾപ്പെടെ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ, നെല്ല് കർഷകർക്ക് കിട്ടേണ്ട വിഹിതം ഉൾപ്പെടെ അതും തരണമെന്നാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്നത്. ഈ കേസ് ഇവിടെ തീരത്തില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെന്റ് പോയി കേസ് നടത്തി നേടിയ ഏറ്റവും വലിയ വിജയമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇതിന്റെ അന്തിമ വിധി വരുമ്പോൾ നമ്മൾ കാണാം, ഭരണഘടനാ ചരിത്രത്തിൽ ഏറ്റവും രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കേസായിരിക്കും കേന്ദ്രവും കേരളവും തമ്മിൽ സുപ്രീം കോടതിയിൽ നടത്തിയ ഈ കേസ്. ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസ് നടന്നിട്ട്
അതിനെപ്പറ്റി നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത്? എന്താണ് ഗൗരവതരമായ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ പറയുമല്ലോ, ഈ കുനിഞ്ഞ് പണിയെടുത്ത് അവസാനം എല്ലുമുറിയെ പണിയെടുത്ത് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം പിന്നെ കൂനായി പോവും. അടിമപ്പണിയാണിത്, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. പക്ഷെ ആത്മാഭിമാനം നമുക്ക് വേണ്ടേ? അതുകൊണ്ട് കുനിഞ്ഞു പണിയെടുത്തു. പക്ഷെ നമ്മുടെ ഈ മാപ്രകള് വൈകിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് ഇത്തിരി മൈലെണ്ണ കൂടി വാങ്ങുന്നത് നന്നായിരിക്കും. മൈലെണ്ണ, മൈഡിയർ എണ്ണയല്ല, മൈലെണ്ണ. അതായത് ഈ കുനിഞ്ഞു പണിയെടുത്ത് നട്ടെല്ലങ്ങ് വളഞ്ഞു പോയി. പിന്നെ ഈ സുപ്രീം കോടതി വിധി ഇങ്ങനെ വന്നപ്പോ എന്തൊരു ഗതികേടാ. കേരള സർക്കാരിനെതിരെ ഒരു വാർത്ത കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇതെങ്ങനെ കൊടുക്കും നമ്മൾ? സുപ്രീം കോടതി വിധി ഇങ്ങനെ ആയിപ്പോയി. കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി എന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റും? വൻ തിരിച്ചടിയല്ല, വൻ അങ്ങേയറ്റത്തെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ വാർത്ത കൊടുക്കാൻ കഷ്ടായി. ഇങ്ങനെ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച് എങ്ങനെ ഞങ്ങൾ വാർത്ത കൊടുക്കുക? അവസാനം വെള്ളം ചേർത്ത് ഈ ഞെളിവരി കൊണ്ട് ഈ അധോ വായുവൊക്കെ ഒന്ന് വിട്ടൊന്ന് ഒരു ആശ്വാസമൊക്കെ വന്നപ്പോൾ തോന്നി, ആശ്വാസം, ആ വാക്ക് കൊണ്ട് ആശ്വാസം. അപ്പൊ എന്തായി കെട്ടിങ്? പൊതുവെ വന്ന കെട്ടിങ്ങിന്റെ സ്വഭാവം കേരളത്തിന് ആശ്വാസം. 13,608 കോടി കടമെടുക്കുക. എന്തൊരു മാപ്ര പണിയാണിത്, മാധ്യമ പ്രവർത്തനമാണ്. കേരളത്തിന് ആശ്വാസം. അതായത് ചാകാൻ കിടക്കുന്ന, അത്യാസ നിലയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ജീവൻ രക്ഷാ മരുന്ന് കൊടുക്കുന്ന പോലെ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. നിയമപരമായിട്ട് കേസ് പറഞ്ഞ് നേടിയെടുത്തതിനെയാണ് മാപ്രകൾ ഇങ്ങനെ ഒതുക്കുന്നത്. ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം. ഇപ്പൊ മനസ്സിലായല്ലോ മാപ്ര എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. ഇതിവിടെ തീരില്ല. നിങ്ങൾ ഈ മാപ്രകൾ ഇനി മൈലെണ്ണ കൂടുതൽ വാങ്ങി ശേഖരിച്ചോണം. ഓരോ ദിവസവും ഈ കുനിഞ്ഞ് പണിയെടുത്തിട്ട് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ നടുവും എല്ലാം സുഷുപ്തയെല്ലാം ഇതായി കൂനിപ്പോവും. ഇത്തിരി മൈലെണ്ണ ഒന്ന് പുറത്ത് പരട്ടി കഴിഞ്ഞാൽ കുറച്ചൊന്ന് നടന്ന് ഇരിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് മൈലെണ്ണ കൂടുതൽ വേണ്ടി വരും നമ്മുടെ മാപ്ര മാധ്യമ പ്രവർത്തനത്തിന് എന്ന് ഇവിടെ ഞങ്ങൾ പ്രത്യേകം പറയുകയാണ്. ഇതൊരു സർക്കാസായിട്ട് എടുത്താൽ മതി. അതിൻ്റെ വാക്കുകളുടെ അർത്ഥമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. മൈലെണ്ണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഗണങ്ങളെ പറ്റി നമുക്കറിയാം. അതൊരു നാട്ടുംപുറത്തെ പ്രയോഗമാണ്. ഒരു പരിഹാസം അതിലുണ്ട്. നീ ഇത്തിരി മൈലെണ്ണ കൊണ്ട് പോയെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതുപോലെ മാപ്രകളെ കൊണ്ട് മാപ്രകളെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കുനിഞ്ഞ് പണിയെടുക്കുന്നവർക്ക്, അതായത് ആ വാക്ക് പ്രത്യേകം പറയാം, കുനിഞ്ഞ് പണിയെടുക്കുന്നവർക്ക് ഇത്തിരി കൂടുതൽ മൈലെണ്ണ വാങ്ങേണ്ടി വരും എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി.